ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വന്ന പ്രൊമോ വളരെ നല്ലൊരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പത്മ കേസിൽ ഇത്രയും ദിവസങ്ങൾ ഒരുപാട് സ്ട്രഗിൾ നമ്മുടെ അഞ്ജലിക്കുട്ടി ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വലിയൊരു ട്വിസ്റ്റിലേക്ക്, വലിയൊരു വഴിത്തിരിവിലേക്ക് നമ്മുടെ പത്മ കേസ് എത്തുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രൊമോയാണ് ഇന്ന് കാട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പത്മയെ കോടതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിലായിരുന്നു നമ്മുടെ അർജുൻ. അതിൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മ കേസിലെ ഏറ്റവും പ്രധാന ഒരു ദിവസമാണ് വരാനായിട്ട് പോകുന്നത്. അതിന് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി കോടതി മുറിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഇതിനിടയിൽ ശകുന്തള അമ്മ അഞ്ജലിയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിനിടയിൽ വെറുതെ അഞ്ജലിനെ ഇട്ട് വിഷമിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അഞ്ജലിയുടെ മനസ്സിൽ അതൊന്നും അല്ല, പത്മ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കാട്ടുന്ന സീൻ എന്ന് പറയുന്നത് കാർത്തിക്കും കൂട്ടുകാരും എല്ലാവരും കൂടി കോടതി മുറിയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരോട് ഈ കാർത്തിക് അന്വേഷിക്കുന്നുണ്ട്, മുരളിയെ പറ്റി വല്ല വിവരമുണ്ടോ, അവൻ എവിടെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല, അവന് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവന് എവിടെ പോയെന്നറിയില്ല, എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നങ്ങനെയൊക്കെ പറയും. അപ്പോൾ കാർത്തികനാകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അഞ്ജലിക്കുട്ടി സ്കൂട്ടറിൽ കോടതി മുറ്റത്തേക്ക് വരുമ്പോൾ പുറകിൽ ഒരാളിങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങനെ മൊത്തത്തിൽ ഒരു ഫേസ് ഇങ്ങനെ കവേർഡായിട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ കാർത്തികിനോട് കൂട്ടുകാർ പറയും, കാർത്തിക് ഇത് മുരളിയാണെന്നൊരു സംശയമുണ്ട്, കണ്ടിട്ട് അവനെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കാർത്തികിനും സംശയം തോന്നി ഇത് മുരളിയാണോ എന്ന്. അപ്പോൾ കാർത്തിക്കും ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. എന്താണെങ്കിലും ആ ഒരു സമയത്ത് അവർക്ക് വലിയ രീതിയിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അത് മുരളിയാണോ എന്ന് ചില സംശയങ്ങൾ തോന്നി എങ്കിൽ പോലും അവർക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം കോടതി മുറ്റത്ത് വെച്ചിട്ടാണ്. എന്താണെങ്കിലും പിന്നീട് വന്ന പ്രൊമോയിലെ സീനുകൾ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. കോടതി മുറിയിൽ കോടതി ചോദിക്കുകയാണ്, അതായത് മുരളിയെ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് മുരളി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി കേട്ടോ. ആ സമയം മുരളി എഴുന്നേൽക്കുകയാണ് കേസിൻ്റെ കാര്യങ്ങൾ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ വേണ്ടിയിട്ട്. മുരളിയെ നമ്മുടെ അഞ്ജലി ഹാജരാക്കുന്നത് കണ്ടിട്ട് രാഘവനുണ്ണി വക്കീലങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊരു ടെസ്റ്റ്, ഇങ്ങനെയൊരു തിരിച്ചടി അദ്ദേഹം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രമേയിൽ കാണാം ആകെ ഷോക്കഡായി നിൽക്കുന്ന ഒരു രാഘവനുണ്ണിയെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, നാളെ അഞ്ജലിക്കുട്ടിയുടെ ദിവസമാണ്. ഇത്രയും അധികം സ്ട്രഗിൾസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അഞ്ജലിയെ കൊല്ലാൻ നോക്കി, പത്മയെ കൊല്ലാൻ നോക്കി, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ പത്മ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഞ്ജലി അനുഭവിച്ചിരിക്കുന്നല്ലേ. എന്താണെങ്കിലും നാളെ അതിനെല്ലാം ഒരു മറുപടി രാഘവനുണ്ണിക്ക് നമ്മുടെ അഞ്ജലി കോടതിയിൽ കൊടുക്കാനായിട്ട് പോവുകയാണ്. നാളെ കോടതി മുറിയിൽ എന്താണെങ്കിലും രാഘവനുണ്ണി കുറച്ച് അധികം വിയർക്കേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.